കേന്ദ്രത്തിൻ്റെ വഴിക്കോ എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വി ഡി സതീശൻ, വി ഡി സവർക്കർ, വി ഡി സവർക്കറിൽ നിന്ന് വി ഡി സതീശനിലേക്കുള്ള ദൂരം കുറയുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാവാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഡസൻ കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ 82 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. 82 ദിവസങ്ങൾക്കുള്ളിൽ 12 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആ 12 കാര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് ഒരാൾ സംശയിക്കുകയാണ് വി ഡി സതീശനിൽ നിന്ന് വി ഡി ടു വി ഡി ദൂരം കുറയുന്നുണ്ടോ, വി ഡി സവർക്കറിൽ നിന്ന് വി ഡി സതീശനിലേക്കുള്ള ദൂരം കുറയുന്നുണ്ടോ, ഒരു രണ്ടാം മോഡിയായി വി ഡി സതീശൻ മാറുന്നുണ്ടോ, മോദി സർക്കാർ ഇച്ഛിക്കുന്നതും സംഘപരിവാർ കൽപ്പിക്കുന്നതും ഇവിടെ കേരളത്തിൽ നടപ്പാക്കാനാണോ വി ഡി സതീശൻ സർക്കാർ എന്നാരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. ബി ജെ പിക്ക് കേരളത്തിൽ 3 MLA-മാരേ ഉള്ളൂ. പക്ഷേ സംഘപരിവാറിന് 105 MLA-മാരുണ്ട് എന്ന മട്ടിലാണ് കേരളത്തിലെ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ വരുന്നത്. നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിച്ച് തുടങ്ങാം. ഞാൻ ഏറ്റവും ഒടുവിൽ സംഭവിച്ചതിൽ നിന്ന് തുടങ്ങാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേന്ദ്രത്തിൽ വി ഡി സവർക്കറുമായി ബന്ധപ്പെട്ട പരാമർശത്തിൻ്റെ പേരിൽ കോടതി കയറിയൊരു നേതാവുണ്ട്. ആ നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. വി ഡി സവർക്കറെ ഗാന്ധിയുടെ പ്രതിമയ്ക്ക് നേരെ ഓപ്പോസിറ്റ് പ്രതിഷ്ഠിച്ചതുമായി ബന്ധപ്പെട്ട് നിശിതമായ നിലപാടെടുത്തൊരു പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിരാഗാന്ധി ഒരു ഘട്ടത്തിൽ അംഗീകരിച്ചിരുന്നാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രീയമായി അംഗീകരിക്കാത്ത ഒന്നാണ് വി ഡി സവർക്കറുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പങ്കാളിത്തം എന്ന് പറയുന്നത്. ചരിത്രത്തിൻ്റെ ഭാഗമായി പല ഘട്ടങ്ങളിൽ നമുക്ക് വി ഡി സവർക്കറിനെ ജയിലടച്ചത് കാണാം. വി ഡി സവർക്കറിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്ക് കൗതുകകരമായി മനസ്സിലാവുന്ന 2 കാര്യങ്ങളുണ്ട്. ജയിലിൽ കൂടുതൽ കാലം കഴിഞ്ഞ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ ഈ വി ഡി സവർക്കറുണ്ട്. ഏറ്റവും പരമാവധി വി ഡി സവർക്കറാണ് എന്ന് നമുക്ക് നിശ്ചയമില്ല. അങ്ങനെ ക്രോഡീകരിച്ചൊരു ചരിത്രം ലഭ്യവുമല്ല. നമുക്കറിയാവുന്നിടത്തോളം കാലം 14 വർഷക്കാലം അദ്ദേഹം വിവിധ ജയിലുകളിൽ, അതിലേറ്റവും കൂടുതൽ കാലം ആൻഡമാൻ ജയിലിൽ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം രത്നഗിരിയിൽ, മഹാരാഷ്ട്രയിൽ കുറേയിടങ്ങളിൽ അദ്ദേഹം വീട്ടുതടങ്കലിന് സമാനമായ അവസ്ഥയിലായിരുന്നു ഒരു 10-13 വർഷം. മൊത്തം നോക്കിയാൽ ഒരു 20-27 വർഷം അദ്ദേഹത്തെ പലതരത്തിൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ബ്രിട്ടീഷ് സർക്കാർ. പക്ഷേ ഓരോ തവണ തടവിലാക്കപ്പെടുമ്പോഴും മാപ്പപേക്ഷ നൽകി കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ആനുകൂല്യം കൈപ്പറ്റിയ നേതാവിൻ്റെ പേരുകൂടിയാണ് ഈ വി ഡി സവർക്കർ. അതിൽ 1-ലധികം തവണ വി ഡി സവർക്കർ എഴുതിയിരിക്കുന്ന മാപ്പപേക്ഷകൾ പൊതുമധ്യത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. എങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇടയ്ക്കിടയ്ക്ക് ഈ മാപ്പപേക്ഷ വായിക്കുന്നത് വി ഡി സവർക്കറുടെ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം നമ്മുടെ കുട്ടികൾ പഠിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനൊന്ന് വായിക്കാം. 1914 ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരുടെ അപാരമായ ഔദാര്യത്താലും ദയാവായ്പിനാലും എന്നെ വിട്ടയക്കുകയാണെങ്കിൽ നവോത്ഥാനത്തിൻ്റെ പരമോന്നത രൂപമായ ഇംഗ്ലീഷ് ഗവൺമെൻറ്റിൻ്റെ ശക്തനായ വക്താവായി ഞാൻ മാറുകയും ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയോട് പരിപൂർണ വിധേയത്വം ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യും. ഓർമ്മിക്കണം, 1914 മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് എത്തി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ തുടങ്ങുന്ന കാലഘട്ടത്തിന് തൊട്ടു മുമ്പ് 1914 ഇവിടെ വി ഡി സവർക്കർ ആദ്യത്തെ മാപ്പപേക്ഷ കൊടുക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ശക്തനായ വക്താവായി മാറും എന്നാണ്. 1920 ജാലിയൻ വാലാബാഗൊക്കെ കഴിഞ്ഞ് നിസ്സഹകരണ സമര പ്രസ്ഥാനത്തിൻ്റെ തീച്ചൂളയിലേക്ക് ഇന്ത്യ പോകുമ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പൈതൃക വാതായനങ്ങളിലേക്കല്ലാതെ മറ്റെവിടേക്കാണ് മുടിയനായ പുത്രന് മടങ്ങി വരാനാവുക? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മാത്രമേ അത്രയും കാരുണ്യം കാണിക്കാനാകൂ എന്ന് യാചിക്കുന്ന വി ഡി സവർക്കറെയാണ് നമുക്കറിയുക. ആ വി ഡി സവർക്കർ UDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ, ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ ആ വിദ്യാഭ്യാസ വകുപ്പിലെ അധ്യാപകർ ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഫ്രീഡം ക്വിസിൻ്റെ ഭാഗമായിട്ട്, സർക്കാരിൻ്റെ ക്വിസ് മത്സരത്തിൻ്റെ ഭാഗമായിട്ട് AEO കണ്ട് വെരിഫൈ ചെയ്യേണ്ട, AEO കണ്ട് പരിശോധിച്ച് ഉറപ്പിക്കേണ്ട ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഈ ഒരൊറ്റ ചോദ്യത്തിലൂടെ നിങ്ങൾ റദ്ദ് കളയുന്നത് എന്താണ്? നിങ്ങൾ ഈ ചോദ്യം ആരോടാ ചോദിക്കുന്നത്? LP സ്കൂളിൽ പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങളോടാണ്. ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യം ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതാണോ? നിങ്ങൾക്ക് ചരിത്രത്തെ റദ്ദാക്കാൻ നിങ്ങൾ ഇതേപോലെയുള്ള ക്വിസ് മത്സരങ്ങളിൽ, ഉപന്യാസ മത്സരങ്ങളിൽ, പ്രസംഗ മത്സരങ്ങളിൽ സ്വാതന്ത്ര്യ സമര സേനാനിയായ വി ഡി സവർക്കറിനെ കുറിച്ച് പ്രസംഗിക്കൂ, സ്വാതന്ത്ര്യ സമര സേനാനിയായ വി ഡി സവർക്കറിനെ കുറിച്ച് ഉപന്യാസം എഴുതൂ എന്ന് 2 ചോദ്യങ്ങൾ കൊടുത്താൽ മതി. അവരുടെ ചരിത്രത്തിൽ, അവരുടെ ബോധത്തിൽ പിന്നെ നിൽക്കുന്നത് ഭഗത് സിംഗിനേക്കാൾ, സുഖദേവിനേക്കാൾ, രാജ്ഗുരുവിനേക്കാൾ രാജ്യത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായി ഈ വി ഡി സവർക്കർ പ്രതിഷ്ഠിക്കപ്പെടും. അങ്ങനെ വി ഡി സവർക്കറെ പ്രതിഷ്ഠിക്കാനാണോ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം? അതാണോ ഈ അധ്യാപകർ തയ്യാറാക്കിയത്?
മറുപടി പറയേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇത് വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞുകൊണ്ടാണ് എന്ന് ആക്ഷേപിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. കാരണം ഇത് അധ്യാപകരാണ് ഈ ചോദ്യം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഉത്തരവാദിത്വരഹിതമായി എങ്ങനെയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് വി ഡി സവർക്കറെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായി ഒരു അധ്യാപകന് ചിത്രീകരിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഭഗത് സിംഗ് എവിടെ പോയി? ജീവൻ കൊടുത്ത രാജ്ഗുരു എവിടെ പോയി? സുഖദേവ് എവിടെ പോയി? സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ജീവൻ മരിച്ചതും ജാലിയൻ വാലാബാഗിൽ പൊലിഞ്ഞുപോയ സ്വാതന്ത്ര്യ സമര സേനാനികൾ എവിടെ പോയി? ഇവരുടെ മുന്നിൽ വി ഡി സവർക്കറെ പ്രതിഷ്ഠിക്കാൻ എന്താണ് ഈ അധ്യാപകന് താല്പര്യം? ആ അധ്യാപകൻ ഉൾക്കൊള്ളുന്ന അധ്യാപക വകുപ്പ് എന്ത് നടപടിയാണ് ഈ നിമിഷം വരെയും എടുത്തത്? ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പോൾ സ്വാഭാവികമായി ചോദ്യമുണ്ടാവും, വി ഡി സവർക്കറെ സ്വാതന്ത്ര്യ സമര സേനാനിയായി പ്രതിഷ്ഠിക്കാനുള്ള ഒരു വകുപ്പായി കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മാറിയോ? ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി ഞാൻ വന്ദേമാതരത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്? വന്ദേമാതരം നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായി വരുന്ന ഘട്ടത്തിൽ പോലും കോൺഗ്രസ് എടുത്ത നിലപാടെന്താ? അതിൻ്റെ പൂർണ്ണ റെസിറ്റേഷൻ കഴിയില്ല, അത് പൂർണ്ണമായും ആലപിക്കാൻ കഴിയില്ല. 1937 കൽക്കട്ടയിൽ നടന്ന ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ സെഷനിൽ വെച്ചെടുത്ത തീരുമാനമാണ്. അത് മതസൗഹാർദ്ദത്തിനെതിരാണ്. മറ്റൊരു മതവിശ്വാസിയെ, ഒരു മതത്തിൻ്റെ ചിഹ്നങ്ങളെ, ഒരു മതത്തിൻ്റെ ദൈവത്തെക്കുറിച്ച് പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയില്ല, അങ്ങനെ ആലപിക്കാൻ കഴിയില്ല. അത് മതസൗഹാർദ്ദത്തിന് കളങ്കമേൽപ്പിക്കും. അതുകൊണ്ട് ആദ്യത്തെ 2 സ്റ്റാൻസ മതി എന്ന തീരുമാനമെടുക്കുന്നത് 1937 അത് കൽക്കട്ടയിലെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സെഷനാണ്. അവിടെ നിന്ന് ഇതുവരെ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ മാറിയിട്ടില്ല. എങ്കിൽ പൂർണ്ണമായും ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം പൂർണ്ണമായിട്ടും പാലിക്കണമെന്ന് എങ്ങനെയാണ് വിശ്വനാഥ് സിൻഹ എന്ന കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഉത്തരവിടുക? ആ ഉത്തരവ് എങ്ങനെയാണ് സർക്കാർ അറിയാതിരിക്കുക? അതിന് വിചിത്രമായ മറുപടിയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നൽകിയത്. ആ മറുപടി ഞാൻ വായിക്കാം. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന സർക്കുലർ പുറത്തു വന്നത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ്. അൺകോട്ട് മിനിസ്റ്റർ. Again, to quote Minister, രാജ്ഭവൻ നൽകിയ നിർദ്ദേശം ചീഫ് സെക്രട്ടറി കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം ഉത്തരവല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ചീഫ് സെക്രട്ടറി ആരുടെ ചീഫ് സെക്രട്ടറിയാ? ഇവിടുത്തെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ചീഫ് സെക്രട്ടറി അല്ലേ? ഗവർണർക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 163 പ്രകാരം അഡ്വൈസ് ചെയ്യാനുള്ള അവകാശം മാത്രമല്ലേ ഉള്ളൂ. അഡ്വൈസ് ചെയ്യേണ്ട, നമ്മളെ ഉപദേശിക്കേണ്ട, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഉപദേശിക്കേണ്ട ഗവർണർ ഒരു ഉത്തരവിട്ടാൽ അത് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിക്കാതെ വകുപ്പുകൾക്ക് അയച്ചു കൊടുക്കലാണോ ചീഫ് സെക്രട്ടറിയുടെ പണി? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ഒരു സർക്കാർ? ഗവർണറും ചീഫ് സെക്രട്ടറിയും വകുപ്പുകൾക്ക് നിർദ്ദേശങ്ങൾ ഉത്തരവിട്ട് കൊടുക്കാനാണെങ്കിൽ അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട, റിയൽ എക്സിക്യൂട്ടീവായ മുഖ്യമന്ത്രി ചെയ്യേണ്ട ഉത്തരവാദിത്വം ഗവർണറെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടൊരു മന്ത്രി പറയുകയാണ് രാജ്ഭവൻ നൽകിയ നിർദ്ദേശം ചീഫ് സെക്രട്ടറി കൈമാറുകയാണ്. അങ്ങനെ കഴിയില്ല സാർ. രാജ്ഭവൻ നൽകിയ നിർദ്ദേശമാണെങ്കിൽ PRO കൊടുത്ത നിർദ്ദേശം രാജ്ഭവന് വേണമെങ്കിൽ മറ്റു വകുപ്പുകൾക്ക് കൊടുക്കാം. പക്ഷേ ചീഫ് സെക്രട്ടറി സംസ്ഥാന സർക്കാരിൻ്റെ നയം നടപ്പിലാക്കാനുള്ള, സംസ്ഥാന സർക്കാരിൻ്റെ ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വമുള്ള ചീഫ് സെക്രട്ടറി ഈ വന്ദേമാതരത്തിൻ്റെ റെസിറ്റേഷൻ അടക്കം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം പൂർണ്ണമായി പാലിക്കണമെന്ന് തൻ്റെ കൈപ്പടയിൽ എഴുതി മറ്റു വകുപ്പുകൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഇത് ആരുടെ നിലപാടാണ് സാർ? കേന്ദ്രത്തിൻ്റെ നിലപാട്. വി ഡി സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം ശിക്ഷ അനുഭവിച്ചയാളാണ് എന്നുള്ളത് ആരുടെ നിലപാടാണ് സാർ? കേന്ദ്രത്തിൻ്റെ നിലപാട്. അതിപ്പോൾ സംസ്ഥാനത്തിൻ്റെയും നിലപാടായിട്ട് മാറുന്നു. ഏറ്റവും ഒടുവിൽ ഇനി ഞാൻ പറയാം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ സത്യപ്രതിജ്ഞാ വേളയിൽ തന്നെ ചർച്ച ചെയ്ത വിഷയമാണ്. വന്ദേമാതരം പൂർണ്ണമായി സത്യപ്രതിജ്ഞാ വേളയിൽ ആലപിക്കുമ്പോൾ അന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ വാചകം ഇതാണ്: എനിക്കറിയില്ലായിരുന്നു ഇത് പൂർണ്ണമായിട്ടും ആലപിക്കാൻ പോവുകയാണ് എന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു എന്നാണ് അന്ന് വി ഡി സതീശൻ പറഞ്ഞത്. നമ്മളത് വിശ്വസിച്ചു. പക്ഷേ അങ്ങനെയാണെങ്കിൽ തമിഴ്നാട് സർക്കാർ അത് ആലപിച്ചതിനു ശേഷം അതിനുശേഷം ഗവർണർക്ക് രാജ്ഭവനിൽ ഒരു ഡിസെൻഡിങ് നോട്ട് കൊടുത്തു. സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു ഡിസെൻഡിങ് നോട്ട് കൊടുക്കാൻ കഴിയുമായിരുന്നില്ലേ? വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിക്കുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ നയമല്ല എന്നത് പറയാനുള്ള ആർജവം എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കാണിക്കാഞ്ഞത്? പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു ഡിസെൻഡിങ് നോട്ടും എഴുതിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 3. പോയിന്റ് നമ്പർ 4, പ്രിയപ്പെട്ടവരെ, ധവളപത്രം നമ്മുടെ സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ കാണിക്കുമ്പോൾ ഒരു വരി കൊണ്ട് കേന്ദ്ര സർക്കാർ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ ഞെരുക്കുന്നു എന്നുള്ളത് എവിടെയെങ്കിലും ഒരു വരി കൊണ്ട്, അരവരി കൊണ്ട്, 2 വാക്കുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം ഈ പറയുന്ന ധവളപത്രത്തിലുണ്ടായോ? ഉണ്ടായില്ല. ചോദിച്ചപ്പോൾ എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത്? കേന്ദ്രവുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് ഇപ്പോൾ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ ഏറ്റുമുട്ടുന്നത് ആശയപരമായിട്ടാണ്. കേന്ദ്രത്തിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാരിനെ ഭരിക്കുന്ന, ഇവിടുത്തെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടുത്തത് ജൂൺ മാസം 1-ാം തീയതി 2026 MG സർവകലാശാലയുടെ VC ആയിട്ട് നിയമിച്ചിരിക്കുന്നത്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കടുത്ത സംഘപരിവാർ അനുകൂലിയായ D മാവൂത്തിനെയാണ്. ഗവർണർ നിയമിച്ചു കഴിഞ്ഞപ്പോഴും നമ്മൾ ചോദിച്ചു, ഇത് ശരിയാണോ? ഇതിനോടൊരു ശക്തമായിട്ടുള്ള പ്രതിഷേധം വേണ്ടേ?
മിണ്ടിയിട്ടില്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മിണ്ടിയിട്ടില്ല, മുഖ്യമന്ത്രി. ഇപ്പോൾ ഒരു ഏറ്റുമുട്ടലിനില്ല എന്നുള്ളതാണ് പോയിന്റ് നമ്പർ 5. ഏറ്റുമുട്ടലിനില്ലാത്ത 5ാമത്തെ അവസ്ഥ. 6ാമത്തെ സാഹചര്യം പറയാം. സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്തും കേന്ദ്രം നമുക്ക് വെട്ടിക്കുറച്ചതിനെ കുറിച്ചൊരു വാചകം പോലും പറയാതെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നു. പോയിന്റ് നമ്പർ 6. പോയിന്റ് നമ്പർ 7, 7ാമത്തെ സാഹചര്യം. സംഘപരിവാർ ബന്ധമുണ്ടെന്ന് KPCCയുടെ തന്നെ ജനറൽ സെക്രട്ടറി M നിയാസ് ആരോപിച്ച N ശേഷാദ്രിനാഥിനെ സംസ്ഥാനത്തിന്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരുന്നു. പറഞ്ഞത് മറ്റാരുമല്ല, KPCCയുടെ ജനറൽ സെക്രട്ടറി സംഘപരിവാർ ബന്ധമുണ്ട് എന്നാരോപിച്ച ഒരാളെ തന്നെ ഇലക്ഷൻ ഓഫീസറായിട്ട് നിയമിക്കുന്നു, ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിക്കുന്നു. ഇനി ജൂലൈ 11, 2026 സംഘപരിവാർ ബന്ധമുള്ള PS ശരത്ത് ഗവൺമെന്റ് ലീഡറായിട്ട് വരുന്നു. KSUം യൂത്ത് കോൺഗ്രസും അടക്കം അതിൽ വിമർശനം ഉന്നയിക്കുന്നു. ഇനി ജൂലൈ 14, 2026 RSS പരിപാടിയിൽ സർവകലാശാല VC-മാർ പങ്കെടുക്കുന്നതിനെ ആ സമയത്തും വിമർശിച്ചെങ്കിലും ഒരു നടപടി പോലും ആ VC-മാർക്കെതിരെ, ഒരു ഷോക്കോസ് നോട്ടീസ് പോലും ആ VC-മാർക്ക് കൊടുത്തില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഇനി ജൂലൈ 21, 2026 കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധമങ്ങ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടക്കുമ്പോൾ ഒരു മിന്നായം പോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണുന്നു. കേരളത്തിൽ വന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു, ഞാൻ പോയത് അവിടെ മല്ലികാർജുൻ ഖർഗെയുടെ പിറന്നാൾ പരിപാടിയിൽ പങ്കെടുക്കാനാണ്, അപ്പോഴും CJPയുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനാണ്, ഞാനും പങ്കെടുത്തു എന്ന് പറയാനുള്ള ആർജവം കാണിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? VD സതീശൻ. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 8. പോയിന്റ് നമ്പർ 9, PMC-യുമായി ബന്ധപ്പെട്ടതായി ഇപ്പോഴും ഈ നിമിഷവും നമുക്കറിയില്ല PMC-യുമായി മുന്നോട്ട് പോകുമോ ഇല്ലയോ. കൺവീനർ പറയുന്നു PMC-യുമായി മുന്നോട്ട് പോകും, അതിന് സ്കൂളുകളെ തെരഞ്ഞെടുക്കലാണ് ഉപസമിതിയുടെ ലക്ഷ്യം. ഉപസമിതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഉപസമിതി പറയുന്നു അങ്ങനൊരു തീരുമാനമെടുത്തിട്ടില്ല. എന്തിനാണ് ഈ സാർ ഈ കള്ളക്കളി? ഒറ്റ നിലപാടല്ലേ UDF-നുള്ളൂ. PMC കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നടപ്പിലാക്കില്ല എന്ന രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ എന്താ തടസ്സം? പോയിന്റ് നമ്പർ 10, ഇപ്പോൾ നമ്മുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം നേരത്തെ പിയാസുൽ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം അതേപടി നടപ്പിലാക്കാൻ നമ്മുടെ കിടപ്പ് രോഗികളടക്കം വീട്ടിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ആനുകൂല്യം കേന്ദ്ര സർക്കാരിൻ്റെ തിട്ടൂരത്തിൻ്റെ ചൂട് പിടിച്ച് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ബാങ്കുകളിലേക്ക് നിക്ഷേപിക്കാൻ പോവുകയാണ്. ഇനി ബാങ്കിൽ അക്കൗണ്ടില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ പോകണം. കിടപ്പ് രോഗികളായ മനുഷ്യർക്ക് വീട്ടിലെത്തിയിരുന്ന പെൻഷൻ ഇനി ബാങ്കിൽ നിന്ന് പോയി വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. പോയിന്റ് നമ്പർ 11, അവിടെയും തീർന്നില്ല സാർ. പ്രേക്ഷകർക്കറിയാമല്ലോ, സുഗതൻ എന്നു പേരുള്ള നമ്മളുടെ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ്റെ കൗൺസിലർ, ആ കൗൺസിലർ ഇപ്പോൾ ആ സ്ഥാനത്ത് തുടരാനുള്ള കാരണം ഈ സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ വകുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ എഴുതിയ ഒരു ഒഫീഷ്യൽ നോട്ടാണ്. കൗൺസിലിൽ ഭൂരിപക്ഷം തെളിയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ യോഗ്യത തുടരും എന്ന മട്ടിലൊരു കുറിപ്പെഴുതി കൊടുത്തു സംസ്ഥാന സർക്കാർ വിരുദ്ധമായി. RSS-ലെ ഒരു നേതാവിന് BJP-യിലെ കൗൺസിലർക്ക് അനുകൂലമായി നോട്ട് എഴുതാനാണോ ഇവിടെ ഉദ്യോഗസ്ഥനിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇങ്ങനെ ഒന്നൊഴിയാതെ ഒരു ഡസനോളം സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എൻ്റെ ചോദ്യം ഇത്രമേ ഉള്ളൂ, VD സവർക്കറിൽ നിന്ന് VD സതീശനിലേക്കുള്ള ദൂരം കുറയുകയാണ് എന്ന് ഞാൻ ഈ പറഞ്ഞ ഓരോരോ ഘട്ടങ്ങളായി എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സംശയം തോന്നിയാൽ കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്തിനാണ് VD സതീശന് കേന്ദ്ര സർക്കാരിനെ പേടി? പുനർജനിയിൽ അന്വേഷണം പേടിച്ചിട്ടാണോ? ED-യും CBI-യും അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ഭയന്നിട്ടാണോ? കേന്ദ്ര ഏജൻസികൾ ഈ നാട്ടിൽ വന്ന് മെയ്യും എന്നുള്ളത് കൊണ്ടാണോ? വരാൻ പറയണം സാർ. രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ ആ നിലപാട് പണയം വയ്ക്കുന്നതിലും നല്ലത് കേന്ദ്ര ഏജൻസികളെ രണ്ടു കൈയും നീട്ടി നെഞ്ചും വിരിച്ച് തലയും ഉയർത്തി സ്വീകരിക്കുന്നതാണ് നല്ലത്. അതിന് പറ്റില്ലെങ്കിൽ ഈ പണി കളഞ്ഞിട്ട് പോകണം സാർ എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ കാത്തിരിക്കുന്നത് ഒരു മതനിരപേക്ഷ സർക്കാരിന് വേണ്ടിയാണ്. ആ മതനിരപേക്ഷ സർക്കാരിന് ചില നയങ്ങളുണ്ട്. ആ നയങ്ങൾ കേന്ദ്ര സർക്കാരിനെ ഭയന്ന് സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. അതുകൊണ്ട് ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ വഴിക്ക് എന്ന് നോക്കിയാൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് വഴങ്ങുന്ന VD സർക്കാർ എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. Meet the editors.